ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹെക്സഗണൽ ക്ലോസ് പാക്ക്ഡ് സ്ട്രക്ചറിനെ കുറിച്ചാണ്. HCP എന്താണ് HCP? നമ്മൾ +2 ലെവലിൽ നിങ്ങളൊക്കെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. കുറച്ച് ആൾക്കാരൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഈ നമ്മുടെ സ്ട്രക്ചർ, മെറ്റീരിയലിൻ്റെ സ്ട്രക്ചറൊക്കെ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് പഠിച്ച കാര്യങ്ങളൊന്ന് നോക്കിപ്പോവാം. അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങോട്ടേക്ക് വരാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഫസ്റ്റ് നമ്മൾ എന്താണ് മെറ്റീരിയൽ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചിരുന്നു. അതിന് ശേഷം പിന്നെ നമ്മൾ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്ന ഏറ്റവും മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് എന്തൊക്കെയായിരുന്നു? ഒന്ന് മെറ്റാലിക് സ്ട്രക്ചർ എന്താണ്, 3 സ്ട്രക്ചറിനെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ബോഡി സെൻറ്റേർഡ് ക്യൂബിക്, ഫേസ് സെൻറ്റേർഡ് ക്യൂബിക്, അതുപോലെ തന്നെ ഹെക്സഗണൽ ക്ലോസ് പാക്ക്ഡ് HCP. അതിൻ്റെ എക്സാമ്പിൾസ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്താണ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് സെൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ നമുക്ക് കോർഡിനേഷൻ നമ്പർ, അതുപോലെ തന്നെ കോർഡിനേഷൻ നമ്പർ കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ എന്താണ് അറ്റോമിക് പാക്കിംഗ് ഫാക്ടർ അല്ലെങ്കിൽ APF, അല്ലെങ്കിൽ എന്താണ് പെർസെൻറ്റേജ് അല്ലെ എഫിഷ്യൻസി, അല്ലെങ്കിൽ അതിന് വേണമെങ്കിൽ നമുക്ക് എഫിഷ്യൻസി എന്ന് പറയാം. എഫിഷ്യൻസി ഓഫ് പാക്കിംഗ് രണ്ടും എന്ത് തന്നെയാണ്, സെയിം തന്നെയാണ് അല്ലേ. ഇനി അതുപോലെ തന്നെ നമ്മൾ എന്ത് പഠിച്ചു, സിമ്പിൾ ക്യൂബിക് സ്ട്രക്ചർ പഠിച്ചു അല്ലേ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തായിരുന്നു. അതിന് 3 കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് എന്തൊക്കെയാണ്, നമ്പർ ഓഫ് ആറ്റംസ്, കോർഡിനേഷൻ നമ്പർ, അതുപോലെ തന്നെ APF. അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ പഠിച്ചായിരുന്നു ബോഡി സെൻറ്റേർഡ് ക്യൂബിക് സ്ട്രക്ചറിൻ്റെയും ഇതേ സെയിം സംഭവം നമ്മൾ പഠിച്ചു അല്ലേ. ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചത്, നമ്പർ ഓഫ് ആറ്റംസ് നമ്മൾ പഠിച്ചു, അതുപോലെ തന്നെ നമ്മൾ എന്ത് പഠിച്ചു, അറ്റോമിക് പാക്കിംഗ് ഫാക്ടർ നമ്മൾ പഠിച്ചു, കോർഡിനേഷൻ നമ്പർ നമ്മൾ പഠിച്ചു, അതുപോലെ തന്നെ ബോഡി സെൻറ്റേർഡ് അത് കഴിഞ്ഞു അല്ലേ. അത് കഴിഞ്ഞ് നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്ത് എന്തായിരുന്നു, ഫേസ് സെൻറ്റേർഡ് ക്യൂബിക് സ്ട്രക്ചർ. ഫേസ് സെൻറ്റേർഡ് ക്യൂബിക് സ്ട്രക്ചറിന് നമ്മൾ എന്തൊക്കെ പഠിച്ചായിരുന്നു, എന്താണ് നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് സെല്ലിൽ, കോർഡിനേഷൻ നമ്പർ, അതുപോലെ തന്നെ APF അല്ലേ, അറ്റോമിക് പാക്കിംഗ്. ഇപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളൊരു നോട്ടിൽ എഴുതി വെക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് അസൈൻമെന്റ് ആണത്. ഫസ്റ്റ് അസൈൻമെന്റ് എന്താണ്, ഇതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ എല്ലാ ക്രിസ്റ്റൽ സ്ട്രക്ചറും വരച്ച് നിങ്ങൾ നോട്ടിൽ വരച്ച് വളരെ വൃത്തിയായിട്ട് വരച്ച് അതിന്റെ ഓരോന്നിന്റെയും നമ്മൾ 3 കാര്യങ്ങൾ കണ്ടുപിടിക്കണം. എന്തൊക്കെയാണ്, നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് സെല്ല്, കോർഡിനേഷൻ നമ്പർ, അതുപോലെ തന്നെ എന്താണ് ലാസ്റ്റ് വൺ എന്താണ്, അറ്റോമിക് പാക്കിംഗ് ഫാക്ടർ. ഇത് ഡെറിവേഷൻസ് ഒക്കെ ചിലപ്പോൾ എക്സാമിന് ചോദിക്കും. അതുകൊണ്ട് ഇതെല്ലാവരും എഴുതി വെക്കുക. അതാണ് നിങ്ങളുടെ ഫസ്റ്റ് അസൈൻമെന്റ്. അത് നെക്സ്റ്റ് വീക്ക് എൻഡിൽ അല്ലെങ്കിൽ നെക്സ്റ്റ് വീക്കിൽ നിങ്ങൾ സബ്മിറ്റ് ചെയ്യാം കേട്ടോ. ഇനി നെക്സ്റ്റ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹെക്സഗണൽ ക്ലോസ് പാക്ക്ഡ് സ്ട്രക്ചർ ആണ്. എന്താണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ഹെക്സഗണൽ ക്ലോസ് പാക്ക്ഡ് സ്ട്രക്ചർ. എന്താണ് ഫസ്റ്റ് ഓഫ് ഓൾ ഹെക്സഗണൽ? ഇതൊരു ക്ലോസ് പാക്ക്ഡ് സ്ട്രക്ചർ നമ്മൾ കാണുന്നുണ്ട് അല്ലേ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആസ് ഇറ്റ് ഈസ് എന്താണ്, ഇത് നമ്മൾ അതിന്റെ ഷേപ്പ് ഒക്കെ നമ്മൾ എടുക്കുവാണെങ്കിൽ ആസ് എന്താണ്, ഒരു 3 നമ്മുടെ ക്യൂബുകൾ അല്ലേ, നമ്മുടെ 3 ക്യൂബുകൾ ജോയിൻ ചെയ്ത് വരുന്നതാണ് ഹെക്സഗണൽ ക്ലോസ് പാക്ക്ഡ്. നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഇത് കണ്ടോ, ഇതിനെ ഒരു ക്യൂബായിട്ട് നമ്മൾ എടുത്തെന്ന് വിചാരിക്കാം. ഇതൊരു സംഭവം മൊത്തത്തിലൊരു സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ അങ്ങനത്തെ 3 സിസ്റ്റമാണ് നമുക്ക് വരുന്നുണ്ടാവുക. ഇനി ഇതിൻ്റെ ആറ്റംസ് എങ്ങനെ അറേഞ്ചിരിക്കണമെന്ന് നിങ്ങൾക്ക് അറിയാമോ? അതായത് നമ്മൾ ഇതിപ്പോൾ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ശരിക്കും നമ്മളൊരു ആക്ച്വൽ കേസ് കണ്ടാലാണ് അത് നമുക്ക് മനസ്സിലാവുണ്ടാവും. ഞാനൊരു നോക്കട്ടെ, ഒരു ഡയഗ്രാം ഞാൻ കാണിച്ചു തരാൻ പറ്റും നോട്ടെ. അതുണ്ടെങ്കിൽ അത് വെച്ച് നമുക്ക് പറഞ്ഞു തരാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ആ ഡയഗ്രാം ഇട്ടിട്ടില്ല, ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാണ് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ കാണുന്നത് എന്താ, നമ്മൾ ഏറ്റവും താഴെ നമ്മൾ കാണുന്നത് എന്താണ്, നമുക്കത് നോക്കി പോവാട്ടോ. ഇവിടെ നമ്മൾ കാണുന്ന ഒരു ആറ്റം കണ്ടോ, സെൻറ്ററിൽ ഒരു ആറ്റം ഉണ്ട്. ഫസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യാണ്, ഒരു ആറ്റം എടുക്കുവാണ്. ആ ആറ്റത്തിനെ നമ്മൾ ബേസ് ചെയ്തു. അല്ലെങ്കിൽ ഒരു ആറ്റത്തിന് പകരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ബോൾ എടുക്കാം. ആറ്റത്തിന് പകരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ബോൾ എടുക്കാം. ആ ബോളിന് ചുറ്റും നമ്മൾ എന്ത് ചെയ്യുവാണ്, ചുറ്റും 6 ബോൾ വെച്ചിരിക്കുവാണ്. ഒരു 6 ബോൾ നമ്മൾ വെച്ചിരിക്കുകയാണ്. മനസ്സിലായല്ലോ? അപ്പോൾ നമുക്ക് എത്ര ബോളായി, ഒന്ന് സെൻറ്ററിൽ ഒരു ബോളുണ്ട്. ആ സെൻറ്ററിൽ ഒരു ബോളിനെ അതൊരു ബോളായിട്ട് എടുക്കുക അല്ലേ. ആറ്റത്തിനെ നമ്മളൊരു ബോളായിട്ട് എടുക്കുക. ആ ബോളിന് ചുറ്റും നമ്മൾ എന്ത് ചെയ്യുവാണ്, 6 ബോൾസ് വെച്ചിരിക്കുകയാണ്. 6 ബോൾസ് വെച്ചിരിക്കുകയാണ്. അതാണ് നമ്മുടെ താഴെ കാണുന്ന സ്ട്രക്ചർ. മനസ്സിലായോ? ഇതാണ് നമ്മുടെ താഴെ കാണുന്ന സ്ട്രക്ചർ. ഇനി ഈ ബോളുകൾക്ക് ഇടയ്ക്ക് ഇനി നമുക്ക് വോയിഡ്സ് ഉണ്ടാവും അല്ലേ. അപ്പം നമ്മളിവിടെ കാണിച്ചു തരാം. അത് ഞാൻ പറഞ്ഞു തന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ കാണിച്ചു തരാം. ഇപ്പം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഇവിടെ എന്തുണ്ട്, ഇവിടെ നമുക്കൊരു വോയിഡ്, ഇവിടെ ഒരു വോയിഡ് ഉണ്ട്, അല്ലെങ്കിൽ ഇവിടെ ഒരു വോയിഡ് ഉണ്ട്, ഇവിടെ ഒരു വോയിഡ് ഉണ്ട് അല്ലേ. ഈ ആറ്റംസ് തമ്മിൽ വോയിഡുകളില്ലേ. അപ്പോൾ ഈ വോയിഡിൽ നമ്മൾ ഇനി അടുത്ത ആറ്റംസിനെ പ്ലേസ് ചെയ്യണം. ആ വോയിഡിലാണ് നമ്മൾ അടുത്ത ആറ്റംസിനെ പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ മെയിനായിട്ട് നമ്മൾ പ്ലേസ് ചെയ്യുക 3 എണ്ണമാണ്, 3 ആറ്റംസിനെയാണ് നമ്മൾ പ്ലേസ് ചെയ്യുക. ഈ വോയിഡുകളിൽ മാത്രം എന്ത് ചെയ്യും, 3 ആറ്റംസിനെ പ്ലേസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എന്താവും, ടോട്ടലി നമ്മുടെ അതിൻ്റെ മുകളിലത്തെ ലെയർ ഫില്ലാവും. ശ്രദ്ധിക്കുക, എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. ഇപ്പോൾ ഈ 3 ആറ്റംസ് ആണ് ഇനി നെക്സ്റ്റ് നമ്മൾ ഫില്ല് ചെയ്യുക. 3 ആറ്റംസ്. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ കൺസിഡർ ചെയ്യേണ്ടത്, ഒരു 3 ബോളുകളെ ഒരുമിച്ച് വെച്ചിരിക്കുകയാണ്. ആ 3 ബോളുകൾ ഇതിന് ചുറ്റും നമ്മൾ കൊണ്ടുപോയി വെച്ചു. മനസ്സിലായല്ലോ? 3 ആറ്റംസിന് പകരം നമ്മൾ എന്താ കൺസിഡർ ചെയ്യുന്നത്, 3 ബോളുകൾ കൺസിഡർ ചെയ്യുക. ഈ 3 ബോളുകൾ നമ്മൾ എന്ത് ചെയ്യുവാണ്, ഇതിന് മുകളിൽ കൊണ്ടുപോയി നമ്മൾ വെച്ചു. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായി, 3 ബോൾ കിട്ടി, അത് 3ഉം ഫില്ലായി.
ഓക്കെ ആണല്ലോ. അപ്പോൾ അത് കിട്ടി. അപ്പോൾ നമ്മൾ സ്ട്രക്ചർ ഫോം ചെയ്തുകൊണ്ടിരിക്കണേ അല്ലോ കേട്ടോ. ആദ്യം നമ്മൾ എന്ത് ചെയ്തു, ഫസ്റ്റ് ഒരു ബോൾ എടുത്തു, അതിന് മുകളിൽ എന്ത് ചെയ്തു, അതിന് ചുറ്റും നമ്മൾ 6 ബോൾസ് വെച്ചു. അപ്പോൾ എന്തായി, താഴത്തെ സ്ട്രക്ചറായി. അതിൻ്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്തു, 3 ബോൾ എടുത്തു. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഈ 3 നമ്മൾ സാധാരണ കാണുന്ന ഒരു 3 ആറ്റംസ് എടുക്കുകയാണെങ്കിൽ അതിനിടയ്ക്ക് എന്തുണ്ട്, സ്പേസ് ഉണ്ട് അല്ലേ. ആ സ്പേസിൽ നമ്മൾ എന്ത് ചെയ്തു, ഇതിനെ നമ്മൾ പ്ലേസ് ചെയ്തു. അപ്പോൾ അങ്ങനെ അതിൻ്റെ സെക്കൻഡ് ലെയറിൽ നമ്മൾ എന്ത് ചെയ്തു, 3 ബോൾ വെച്ചു. ഓക്കെ, ഇതിന് നമ്മൾ സാധാരണ പറയും ABA സ്ട്രക്ചർ എന്നാണ് പറയേണ്ടാവുക. എന്താ നമ്മൾ പറയേണ്ടാവുക, ABA സ്ട്രക്ചർ എന്നാണ് പറയുന്നുണ്ടാവുക. ഇനി നമ്മൾ അതേപോലെ തന്നെ ഇനി ആ 3 ബോൾ ഉണ്ടല്ലോ, ആ 3 ബോൾ ഒരുമിച്ച് വെച്ചു. ഇനി അതിന് മുകളിലായിട്ട് നമ്മൾ എന്ത് ചെയ്യണേ, ആ ബാക്കിയുള്ള നേരത്തെ നമ്മൾ ഫസ്റ്റ് ലെയർ ചെയ്ത അതേ സംഭവം നമ്മൾ എന്ത് ചെയ്തു, റിപ്പീറ്റ് ചെയ്ത് വെക്കുവാണ്. ഒരു ബോളും അതിന് ചുറ്റും എന്താണ്, ഒരു ആറ്റവും അതിന് ചുറ്റും എന്താണ്, 6 ആറ്റംസും. മനസ്സിലായല്ലോ, ഒരു ആറ്റവും എന്താണ്, അതിന് ചുറ്റും 6 ആറ്റംസും. അത് തന്നെ നമ്മൾ എന്ത് ചെയ്തു, മുകളിൽ കൊണ്ടുപോയിട്ട് പ്ലേസ് ചെയ്തു കേട്ടോ. അത് മുകളിൽ കൊണ്ടുപോയിട്ട് പ്ലേസ് ചെയ്തു. ഇപ്പോൾ ഇവിടെ ഒരു ആറ്റം ഉണ്ട്, ഇവിടെ ഒരു ആറ്റം ഉണ്ട്, ഇവിടെ ഒരു ആറ്റം ഉണ്ട്, ഇവിടെ ഒരു ആറ്റം ഉണ്ട്, ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. അപ്പോൾ 6 ആറ്റംസ് ഉണ്ട്. ഈ 6 ആറ്റംസിനെ നമ്മൾ എന്ത് ചെയ്തു, മുകളിൽ കൊണ്ടുപോയിട്ട് പ്ലേസ് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ താഴത്തെ സ്ട്രക്ചറിനെ A എന്ന് പറഞ്ഞു, അതിൻ്റെ മുകളിലെ സ്ട്രക്ചറിനെ B എന്ന് പറഞ്ഞു, അതിൻ്റെ മുകളിലെ സ്ട്രക്ചറിനെ നമ്മൾ എന്ത് പറഞ്ഞു, A എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ മൊത്തത്തിൽ ഈ സ്ട്രക്ചറിനെ നമ്മൾ എന്ത് പറയുന്നു, ABA സ്ട്രക്ചർ എന്ന് പറയുന്നു കേട്ടോ. ABA സ്ട്രക്ചർ എന്ന് പറയുന്നു. ഇതാണ് നമ്മുടെ ആക്ച്വലി എന്തെന്നുള്ളത്, ഒരു ഹെക്സഗണൽ ക്ലോസ്ഡ് ബാക്ക്ഡ് സ്ട്രക്ചർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ യൂണിറ്റ് സെല്ലിൻ്റെ ഷേപ്പ് ഇങ്ങനെയൊക്കെയാണ് വരുന്നുണ്ടാവുക. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവുക, ആറ്റംസിനെ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. ഇതിനെ നമ്മൾ എന്ത് പറയുക, HCP എന്ന് പറയുന്നുണ്ടാവുക. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നുണ്ടാവുക, HCP. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൽ ഓരോ സൈഡിൻ്റെയും സൈസുകൾ നമുക്ക് നോക്കാം. ശ്രദ്ധിക്കാം, നമ്മളിവിടെ കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഇതിൻ്റെ സൈസ് എത്രയാണ്, A ആണ് അല്ലേ. ഈ സൈഡിൻ്റെ സൈസ് എത്രയാണ്, A ആണ്. ഈ സൈഡിൻ്റെ സൈസ് എത്രയാണ്, B ആണ് അല്ലേ. എയും ബിയും എന്താണ്, ഈക്വൽ ആണ്. എയും ബിയും ഈക്വൽ ആണ്. ഈ സൈഡുകളുടെ സൈസ് ഈക്വൽ ആണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുവാണ്, മൊത്തത്തിലുള്ള ഹൈറ്റ് എടുത്തു അല്ലേ. ഹൈറ്റ് നമ്മൾ എന്തായാലും എടുക്കുന്നത് C ആയിട്ട് എടുക്കണേ. C ആയിട്ട് എടുക്കണേ. അത് എന്താണ്, ഈക്വൽ അല്ല, നോട്ട് ഈക്വൽ ആണ് കേട്ടോ. അപ്പോൾ A ഈക്വൽ ടു B, നോട്ട് ഈക്വൽ ടു C. ഇനി നമ്മൾ ഇതിന്റെ മിഡ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യണമെങ്കിൽ, ഹൈറ്റ് നമ്മൾ മിഡ് ആണ്, അഡ്ജസന്റ് ലെയർ കൺസിഡർ ചെയ്യാൻ എന്തായിട്ട് വരും, H ഈക്വൽ ടു എന്ത് വരും, C/2 വരും. H ഈക്വൽ ടു എന്ത് വരും, C/2 വരും. അത് നമുക്ക് നോക്കാം. ഇനി നമുക്ക് ഹെക്സഗണൽ ക്ലോസ് പാക്ഡ് സ്ട്രക്ചർ നോക്കാം. എന്താ പറയണത്, സാധാരണ നോർമലി എന്താണ്, HCP സ്ട്രക്ചർ ഈസ് കോമൺലി ഒബ്സർവ്ഡ് ഇൻ എന്താണ്, മെറ്റാലിക് മെറ്റീരിയൽ. HCP സ്ട്രക്ചർ ഈസ് കോമൺലി ഒബ്സർവ്ഡ് ഇൻ എന്താണ്, മെറ്റാലിക് മെറ്റീരിയലാണ് ഇത് ഒബ്സർവ് ചെയ്യുന്നത്. ഇനി എന്താ ഇതിനകത്ത് പറയുന്നത് നോക്കാം. നമ്മളെങ്ങനെ വരുന്നത്, ഇനി എന്താ വന്നിട്ടുള്ളത്, താഴെ നമുക്ക് കൊടുത്തിട്ടുണ്ട് 3 atoms are located at the middle layer between the end faces of the hexagonal structure. എന്ത് ചെയ്തേക്കുവാണ്, 3 ലെയർ അല്ലേ, 3 ആറ്റംസ്. ഇതാണ് ഈ 3 ആറ്റംസ് അല്ലേ. ഈ 3 ആറ്റംസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് എവിടെയാണ്, എന്താണ്, ഹെക്സഗണൽ സ്ട്രക്ചറിന് ഇടയ്ക്കാണ്. അപ്പോൾ ഇതിനെ നമ്മൾ എന്താ പറയുന്നത്, ABA എന്ന് പറയും കേട്ടോ. ABA. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്, there are 12 atoms located at the corners and 2 atoms at the center of the hexagonal end faces. നമുക്ക് ഓൾറെഡി അറിയാലോ, നമുക്ക് എന്തുണ്ട്, താഴത്തെ നമ്മുടെ സ്ട്രക്ചർ എടുത്തു അല്ലേ. താഴത്തെ സ്ട്രക്ചർ എടുത്തു കഴിഞ്ഞാൽ 1 2 3 അതുപോലെ തന്നെ 4 5 6 ആറ്റംസ് ആയില്ലേ, 6 ആറ്റംസ് ആയി. ഇനി എന്തിട്ടുണ്ട്, മുകളിൽ നോക്കി കഴിഞ്ഞാൽ സെയിം 1 2 3 4 5 6 ആറ്റംസ് ആയില്ലേ. അപ്പോൾ എത്രയായി, 6 12 ആറ്റംസ് ആയി. അതെവിടെയാണ്, കോർണറിലാണ് അല്ലേ. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്, നമുക്ക് ഓരോ ആറ്റംസ് എന്തുണ്ട്, ഹെക്സഗന്റെ സെന്ററിൽ ഓരോ ആറ്റംസിനെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കാണാം, ഒരു ആറ്റത്തിനെ കാണാം. ഇനി ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എന്ത് കാണാം, ഒരു ആറ്റത്തിനെ കാണാം. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എത്രയായി, 6 12 പ്ലസ് എന്തുണ്ട്, 2 ആറ്റംസ് അറ്റ് ദ സെന്റർ. അപ്പോൾ ഇത്രയും ആറ്റംസ് നമുക്ക് ഉണ്ട്. ഇനി നമുക്ക് ഇതിന്റെ എങ്ങനെയൊക്കെയാണ് സ്ട്രക്ചർ കണ്ടുപിടിക്കാൻ നോക്കാം. ഓക്കെ, ഇനി എങ്ങനെ സ്ട്രക്ചർ, നമുക്ക് ആദ്യം ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ട കാര്യം എന്താണ്, നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് സെൽ സ്മോൾ n. എങ്ങനെ കണ്ടുപിടിക്കേണ്ടത്, നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് സെൽ സ്മോൾ n. അപ്പോൾ അവിടെ നമുക്ക് വരുന്ന ഇക്വേഷൻ എന്താണ്, കോർണർ ആറ്റംസ്. എങ്ങനെ വരുന്നത്, കോർണർ ആറ്റംസ് ഇൻറ്റു 1/6. കോർണർ ആറ്റംസ് എത്ര ഉണ്ട്, 6 എണ്ണം ഉണ്ട്. അതെന്ത് ചെയ്യുവാണ്, 6 മറ്റുള്ള ആറ്റംസ് ആയിട്ട് ഷെയർ ചെയ്യുവാണ്. മനസ്സിലായല്ലോ, ഒരു ആറ്റം 6 ബാക്കിയുള്ള ആറ്റംസ് ആയിട്ട് ഷെയർ ചെയ്യണം. അപ്പോൾ അതാണ് നമ്മളത് എടുക്കുന്നത്. 16 നമുക്ക് എന്താ വരുന്നുണ്ടാവുക, 6 ആറ്റംസ് ഉണ്ട് അല്ലേ. 6 താഴെ 6 ഉണ്ട്, മുകളിലും 6 ഉണ്ട്. അപ്പോൾ ടോട്ടൽ എത്ര വന്നു, 12 ആറ്റംസ് ഉണ്ട് അല്ലേ. അപ്പോൾ 12 × 1/6 നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം. എന്താ വരുന്നത്, 12 × 1/6. ഫസ്റ്റ് വൺ വരുന്നത് 12 × 1/6. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അടുത്ത് നമുക്ക് വരുന്നത് എന്താണ്, ഫേസ് സെന്റേർഡ് അല്ലേ. ഫേസ് സെന്റർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്താണത്, ഓരോ ഫേസിലും ഓരോ ആറ്റംസ് ഉണ്ട്. അപ്പോൾ എത്ര എണ്ണം ഉണ്ട്, 2 എണ്ണം ഉണ്ട്.
ഓരോ ഫേസിലും എത്ര ആറ്റംസ് ഉണ്ട്? 2 ഉണ്ട്. ഈ 2 ആറ്റംസ് 2 ഫേസിലാണ് ഷെയർ ചെയ്യുന്നത് അല്ലേ? നമ്മൾ നേരത്തെ പഠിച്ചു അല്ലേ? ഇതിന്റെ ഇക്വേഷൻസ് ഒക്കെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് അല്ലേ? NC/, എത്രയാണെന്നുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ വരുന്നത് എന്താണ്? ഫേസ് ആറ്റംസ് 2 × 1/2. എന്താ വരുന്നുണ്ടാവുക? 2 × 1/2. എന്താ വരുന്നുണ്ടാവുക? 2 × 1/2. 2 × 1/2. ഇനി എന്താ പറയണത്? അപ്പോൾ അതും കിട്ടി. അപ്പോൾ 12 × 1/6 പ്ലസ് 2 × 1/2. ഇനി എന്താ പറയണത്? മിഡ് പ്ലെയിൻ ആറ്റംസ് ഇൻറ്റു മിഡ് പ്ലെയിൻ ആറ്റംസ് എത്രയാണ്? ഒറ്റതാണ് അല്ലേ? അപ്പോൾ മിഡ് പ്ലെയിൻ ആറ്റംസ് എത്ര എണ്ണം ഉണ്ട്? മിഡ് പ്ലെയിൻ ആറ്റംസ് എത്ര ഉണ്ട്? 3 എണ്ണം ഉണ്ട്, 3 എണ്ണം ഉണ്ട്. മിഡ് പ്ലെയിൻ ആറ്റംസ് എത്ര എണ്ണം ഉണ്ട്? 3 എണ്ണം ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ടോട്ടൽ എത്ര വരുന്നത് നോക്കാം. അപ്പോൾ എത്ര വരുന്നത്? 12 × 1/6 എത്ര വരുന്നത്? 6 ആണ്. 12 × 1/6 എത്രയാണ്? 6 ആണ്. 6 പ്ലസ് എത്ര വന്നു? 2 × 1/2 അത് എത്രയാണ്? 1. 12 × 1/6 എത്രയാണ്? 6 ആണ്. പ്ലസ് എന്ത് വന്നു? 2 × 1/2 എത്ര വരുന്നവ? 2 × 1/2. 2 × 2 ക്യാൻസൽ ആയി പോയി, ബാക്കി എത്രയുണ്ട്? 1 പ്ലസ് 3 × 1. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ മൊത്തം വരുന്നുണ്ടാവുക അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ വരുന്നത് നോക്കാം. അപ്പോൾ എങ്ങനെ വരുന്നുണ്ടാവുക? ഓക്കെ, ഇപ്പോൾ എങ്ങനെ വരുന്നുണ്ടാവുക? അപ്പോൾ ഇങ്ങനെ വരേണ്ടത് ടോട്ടൽ നമുക്ക് നോക്കാം, 1 by 1 ആയിട്ട് നോക്കാം. എങ്ങനെ വരേണ്ടത്? 12 × 1/6 പ്ലസ് 2 × 1/2 പ്ലസ് എത്ര വരുന്നുണ്ടാവുക? മിഡ് പ്ലെയിൻ ആറ്റംസ് എത്രയാണ്? 3. ഓക്കെ, അപ്പോൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ അപ്പോൾ നമ്പർ ഓഫ് ആറ്റംസ് നമുക്ക് ടോട്ടൽ എത്ര വരുന്നുണ്ടാവുക? അപ്പോൾ 12 × 1/6 അപ്പോൾ എത്ര വന്നു? 12/6 എത്ര വരുന്നുണ്ടാവുക? 2 ആണ് വരുന്നുണ്ടാവുക അല്ലേ? പ്ലസ് 2 × 1/2 അപ്പോൾ എത്ര വരുന്നത്? 2/2 1 പ്ലസ് 3 × 1 3. അപ്പോൾ നമുക്ക് ടോട്ടലി എത്ര കിട്ടി? 6 കിട്ടി അല്ലേ? ടോട്ടൽ നമുക്ക് എത്ര കിട്ടി? 6 നമ്പർ ഓഫ് ആറ്റംസ് ആണ് നമുക്ക് ഇവിടെ വരുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ അതെല്ലാവരും കിട്ടിയല്ലോ. ഇനി നമുക്ക് വരുന്നതാണ് കോർഡിനേഷൻ നമ്പർ എത്രയാണ് വരുന്നത്? അപ്പോൾ നമ്മൾ കോർഡിനേഷൻ നമ്പർ നോക്കുമ്പോൾ എങ്ങനെയാണ് വരുന്നത് നോക്കാം. കോർഡിനേഷൻ നമ്പർ എങ്ങനെയാണ് വരുന്നത് നോക്കാം. നമുക്ക് എത്രയുണ്ട്? നമുക്ക് സ്ഫിയേഴ്സ് നോക്കുകയാണ് അല്ലേ? സ്ഫിയേഴ്സ് നോക്കുമ്പോൾ എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് പറയുന്നുണ്ടാവുക? കോർഡിനേഷൻ നമ്പർ പറയുന്നുണ്ടാവുക അല്ലേ? അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വരുന്നത്? നമ്മൾ നോക്കുമ്പോൾ 3 സ്ഫിയർ ഉണ്ട്, 3 ആറ്റംസ് സെൻട്രലി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. 3 സ്ഫിയർ എന്താണ്? സെൻട്രലി അറേഞ്ച് ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പം 3 എണ്ണമാണ്. ഇനി അടുത്തത് ഇനി എന്താ വരുന്നുണ്ടാവുക? ഒരു മിനിറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ വരുന്നുണ്ടാവുക? കോർഡിനേഷൻ നമ്പർ നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാം എന്താ വരുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കുക, ഈ സ്ട്രക്ചർ നോക്കി. അപ്പോൾ ഈ സ്ട്രക്ചറിനകത്ത് നോക്കുമ്പോൾ നമുക്ക് എത്ര വരുന്നുണ്ടാവുക? ഇവിടെ ടോട്ടൽ എത്രയുണ്ട്? 6 സ്ഫിയേഴ്സ് ഉണ്ട് അല്ലേ? നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം 6 സ്ഫിയേഴ്സ് അല്ലെങ്കിൽ 6 ആറ്റംസ് ഉണ്ട് അല്ലേ? അപ്പോൾ അതാണ് 1 2 3 അല്ലേ? എങ്ങനെയാണ്? 1 2 3 4 5 6. അതിൻ്റെ മുകളിൽ എത്ര ഉണ്ട്? 3 എണ്ണം ഉണ്ട് അല്ലേ? ഈ 6ന്റെ മുകളിൽ 3 ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ താഴെ കൺസിഡർ ചെയ്ത് താഴെയും 3 എണ്ണം ഉണ്ട് അല്ലേ? അപ്പോൾ അങ്ങനെയാണ് നമ്മൾ അത് രണ്ടും എല്ലാം കൂടെ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് എത്ര വരുന്നുണ്ടാവുക? അപ്പോൾ നമുക്ക് എത്ര വരുന്നുണ്ടാവുക? 6 + 3 + 3 6 + 3 + 3 അങ്ങനെ 12 ആറ്റംസ് ആണ് ഷെയർ ചെയ്യുന്നുണ്ടാവുക, ബൗണ്ടറിയിൽ ഷെയർ ചെയ്യുന്നുണ്ടാവുക. മനസ്സിലായോ? 3 സ്ഫിയേഴ്സ് മുകളിലായിരിക്കും വരുന്നുണ്ടാവുക ലെയറിൻ്റെ. എഗെയിൻ 3 സ്ഫിയേഴ്സ് എന്താണ്? താഴെയും വരുന്നുണ്ടാവും. അതുപോലെ തന്നെ എന്താ വരുന്നുണ്ടാവുക? കോർണറിൽ എത്ര സ്ഫിയേഴ്സ് ഉണ്ട് ടച്ച് ചെയ്യുന്നത്? ഒരു പ്ലെയിൻ്റെ കോർണറിൽ ടച്ച് ചെയ്യുന്ന എത്ര എണ്ണം ഉണ്ട്? 6 എണ്ണം ഉണ്ട്. ഇതിന് ടോട്ടൽ നമ്മൾ എത്ര പറയുന്നുണ്ടാവും? 12 എന്ന് പറയുന്നുണ്ടാവും. ഇനി നമുക്ക് നെക്സ്റ്റ് ആണ് നമുക്ക് വളരെ ഡീറ്റെയിൽ ചെയ്ത് പോകേണ്ട കാര്യം. എന്താണ് ദാറ്റ് ഈസ് ഹെക്സഗണൽ ക്ലോസ് ബാക്ക് സ്ട്രക്ചർ അല്ലെങ്കിൽ HCPയുടെ അറ്റോമിക് പാക്കിംഗ് ഫാക്ടർ അല്ലെങ്കിൽ APF. അറ്റോമിക് പാക്കിംഗ് ഫാക്ടർ എങ്ങനെയാണ് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ പാക്കിംഗ് എഫിഷ്യൻസി എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഏതിൻ്റെ? APFൻ്റെ. നമുക്ക് നോക്കാം. അതിൻ്റെ ഇക്വേഷൻ എന്താ വരുന്നുണ്ടാവുക? വോളിയം ഓഫ് ആറ്റംസ് ഇൻ യൂണിറ്റ് സെൽ ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് യൂണിറ്റ് സെൽ. ഇനി നമുക്കത് 1 by 1 ആയിട്ട് എങ്ങനെയാണ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം നോക്കാം. യൂണിറ്റ് സെല്ല് മൊത്തം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ എന്ത് കണ്ടുപിടിക്കണം? അതിൻ്റെ വോളിയം കണ്ടുപിടിക്കണം. അപ്പോൾ എന്താണ് വോളിയം? എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുക? വോളിയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്രയേ ഉള്ളൂ? ഏരിയ. അത് മൊത്തമല്ല വരുന്നത്. മൊത്തം വരുന്നതിൻ്റെ യൂണിറ്റ് സെല്ലിൻ്റെ വോളിയം എന്ന് പറയുമ്പോൾ എന്താ വരുന്നുണ്ടാവുക? ദാറ്റ് ഈസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണ് വരിക. വോളിയം ഈക്വൽ ടു എന്താണ്? ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണ് വരുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ മൊത്തത്തിലൊരു ഹെക്സഗൺ കൺസിഡർ ചെയ്യുമ്പോൾ ആ ഹെക്സഗണിനകത്ത് നമ്മളിവിടെ താഴെ നോക്കിക്കഴിഞ്ഞാൽ കാണാം.
ഇപ്പം ഇവിടെ നമുക്കൊരു ഹെക്സഗൺ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ ഹെക്സഗണിനകത്ത് എന്തുണ്ട്, അതിനകത്ത് കോൺസിക്യൂട്ടീവ് ആയിട്ട് ട്രയാങ്കിൾ വരുന്നുണ്ട് അല്ലേ. ഹെക്സഗണിനകത്ത് എന്ത് വരുന്നുണ്ട്, കോൺസിക്യൂട്ടീവ് ആയിട്ട് എത്ര ട്രയാങ്കിൾ വരുന്നുണ്ട് നമ്മൾ നോക്കുമ്പോൾ, ഹെക്സഗണിനകത്ത് നോക്കുമ്പോൾ എത്ര ട്രയാങ്കിൾ വരുന്നുണ്ട്, 6 ട്രയാങ്കുലർ പാർട്സ് വരുന്നുണ്ട് അല്ലേ. നമ്മൾ ഹെക്സഗൺ നോക്കുമ്പോൾ എത്ര ട്രയാങ്കിൾ പാർട്സ് വരുന്നുണ്ട്, 6 ട്രയാങ്കിൾ പാർട്സ് വരുന്നുണ്ട് അല്ലേ മൊത്തത്തിൽ അല്ലേ. അപ്പോൾ നമുക്കത് എങ്ങനെ പറയാൻ പറ്റും, അപ്പോൾ നമുക്ക് ടോട്ടൽ, അപ്പോൾ നമുക്ക് ഒരു ഹെക്സഗൺ എടുത്തപ്പോൾ എന്താണ് 6 ട്രയാങ്കുലർ പാർട്സ് വരുന്നുണ്ട്, അത് അവിടെ നിൽക്കട്ടെ. അപ്പോൾ നമുക്ക് ഇനി എന്താ കണ്ടുപിടിക്കുന്നത്, ഏരിയ ഓഫ് ഹെക്സഗൺ കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കാം, ഏരിയ ഓഫ് ഹെക്സഗൺ എന്ന് വെച്ചാൽ എന്താ, നമുക്ക് എത്ര എണ്ണം വരുന്നുണ്ട്, 6 ഇൻറ്റു എത്രയാണ്, 6 ഇൻറ്റു എന്താണ്, ഹാഫ് ഇൻറ്റു ഏരിയ ഓഫ് ട്രയാങ്കിൾ. 6 ട്രയാങ്കിൾസും ഉണ്ട് ഇൻറ്റു എന്താണ്, ഏരിയ ഓഫ് ട്രയാങ്കിൾ കമ്പൈൻ ചെയ്താണ് നമുക്ക് എന്ത് വരിക, ഒരു ഹെക്സഗൺ ഫോം ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ നമുക്ക് എങ്ങനെ കൺസിഡർ ചെയ്യാം, കണ്ടോ, ഒരു ഹെക്സഗൺ എടുക്കാം. ഹെക്സഗൺ നിങ്ങൾ ഷിഫ്റ്റ് ചെയ്യുന്ന സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി, അതിൻ്റെ ഉള്ളിൽ എത്ര ട്രയാങ്കിൾ ഫോം ചെയ്യുന്നുണ്ട് അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടും അല്ലേ. അപ്പോൾ എത്ര വരുന്നുണ്ടാവുക, ഏരിയ 6 ഇൻറ്റു എത്ര വരുന്നുണ്ടാവുക, 1/2 ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്, 1/2 ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, 1/2 ഇൻറ്റു 6 ഇൻറ്റു എ ഇൻറ്റു എച്ച്. അപ്പോൾ 6/2 3, ദാറ്റ് ഈസ് ഈക്വൽ എത്ര വന്നു, 3AH വന്നു അല്ലേ. ഏരിയ ഓഫ് ഹെക്സഗൺ ഈക്വൽ എത്ര വന്നു, 3AH വന്നു. ഇനി അതവിടെ നിൽക്കട്ടെ, നമുക്കത് കിട്ടിയല്ലോ, അത് നമുക്ക് അവിടെ കിട്ടി. ഇനി നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്ന ഒരു താഴത്തെ നമ്മുടെ ഒരു ഹെക്സഗൺ എടുക്കുവാണ്, താഴത്തെ ഒരു ഹെക്സഗൺ എടുക്കുവാണ്. ആ ഹെക്സഗൺ ഇരിക്കുമ്പോൾ ആ ഹെക്സഗണിനകത്ത് ഒരു ഹെക്സഗണിന്റെ ഒരു പോയിന്റിൽ എന്തുണ്ട്, ഒരു സ്ഫിയർ ഉണ്ട് അല്ലേ. ഹെക്സഗണിന്റെ നമ്മൾ എന്താണ്, ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ എന്താണ്, ഒരു പോയിന്റ് അല്ലേ. ഇവിടെ നമുക്ക് കാണാം ഈ ഒരു കോർണറിൽ എന്താണ്, ഒരു സ്ഫിയർ ഉണ്ട് അല്ലേ. ഈ ഒരു കോർണറിൽ എന്താണ്, ഒരു സ്ഫിയർ ഉണ്ട് അല്ലേ. നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്ഫിയർ ഉണ്ട്. അടുത്തൊരു കോർണർ എടുത്തപ്പോൾ എന്താണ്, അടുത്തൊരു കോർണറിലും ഒരു സ്ഫിയർ ഉണ്ട്. ഇങ്ങനെയാണ് നമുക്ക് എല്ലാ കോർണറും വരുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ഈ 2 സ്ഫിയേഴ്സ് മാത്രം കൺസിഡർ ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ 2 സ്ഫിയേഴ്സ് വന്നു അല്ലേ. അപ്പോൾ ഈ 2 ആറ്റംസ് തമ്മിലുള്ള ഡിസ്റ്റൻസ്, അപ്പോൾ ഇതിനെ നമ്മൾ എന്തായാലും എടുത്തു, PQ എന്ന് റെപ്രസെന്റ് ചെയ്തു, P,Q എടുത്തു. ഇനി അത് ജോയിൻ ചെയ്യുന്ന പോയിന്റ് നമ്മൾ എന്താക്കി എടുത്തു, R ആക്കി എടുത്തു. ജോയിൻ ചെയ്യുന്ന പോയിന്റ് എന്താക്കി എടുത്തു, R ആക്കി എടുത്തു. ഡോട്ടർ ലൈൻ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്, ഇമാജിനറി ആയിട്ടുള്ള ഒരു ഡോട്ടർ ലൈൻ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനെ വെച്ചാണ് നമ്മൾ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് കൺസിഡർ ചെയ്തു, നമ്മളൊരു ട്രയാങ്കിൾ എന്ത് കൺസിഡർ ചെയ്തു, PQR കൺസിഡർ ചെയ്തു. ട്രയാങ്കിൾ എന്ത് കൺസിഡർ ചെയ്തു, PQR കൺസിഡർ ചെയ്തു. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, PR² ദാറ്റ് ഈസ് ഈക്വൽ ടു, എങ്ങനെ എഴുതാം, PR² ദാറ്റ് ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം, QR² പ്ലസ് PQ². എങ്ങനെ എഴുതാം, PR² ദാറ്റ് ഈസ് ഈക്വൽ ടു PR² ദാറ്റ് ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം, QR² പ്ലസ് എന്താണ്, PQ². എന്താണ് നമ്മുടെ സാധാരണ എന്ത് തിയറാണ് നമുക്കറിയാം അല്ലേ. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമുക്ക് ചെയ്യേണ്ടത്, നെക്സ്റ്റ് നമുക്ക് ചെയ്യേണ്ടത് എന്താണ്, ഇത് നമുക്ക് ഇക്വേറ്റ് ചെയ്ത് നോക്കാം, എങ്ങനെ വരുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം എന്താ വരുന്നുണ്ടാവുക, PQ എന്നുള്ളത് എന്താണ്, ഒരു സൈഡാണ്. PQ എന്നുള്ളത് എന്താണ്, ഒരു സൈഡാണ്. ഓക്കെ, PQ എന്നുള്ളൊരു സൈഡാണ്. നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം PQ സൈഡിന് നമ്മൾ എന്തായിട്ട് എടുക്കണത്, ഇത് മൊത്തം ചെയ്തിരിക്കുവാണ് കേട്ടോ. നമ്മൾ PQ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മിനിറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത എന്താണ്, ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കിയപ്പോൾ അറിയാം എന്താണ്, റൈറ്റ് ആംഗിളിനകത്ത് PR² ഈക്വൽ ടു എന്താണ്, QR² പ്ലസ് PQ². അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ PQ എന്ന് വെച്ചാൽ എന്താ, ഒരു സൈഡാണ് അല്ലേ. അപ്പോൾ ഇത് മൊത്തത്തിൽ നമ്മൾ പറയുന്നത് എന്താ, അപ്പോൾ ഇതിനെ മൊത്തം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ PQ ഈ സൈഡ് മൊത്തം, ഇതിൽ നമ്മൾ മൊത്തമാണ് നമ്മൾ എന്ത് പറയുക, A എന്നുള്ളൊരു സൈഡായിട്ട് എടുക്കണേ അല്ലേ. ഈ രണ്ടും കൂടെ വരുന്ന ജോയിൻ ചെയ്യുന്ന ഒരു മൊത്തം സൈഡാണ് നമ്മൾ എന്തായാലും എടുക്കണേ, A എന്ന് നമ്മൾ എടുക്കണ്ടാവും അല്ലേ. അപ്പോൾ നമുക്ക് PQ എന്ന് പറയുമ്പോൾ എന്താ വരിക, A/2. PQ എന്ന് പറയുമ്പോൾ എന്താ വരുന്നുണ്ടാവുക, A/2. PQ എന്ന് പറയുമ്പോൾ എന്താ ഉണ്ടാവുക, A/2. അതുപോലെ തന്നെ അറ്റ് ദ സെയിം ടൈം QR എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ പറഞ്ഞു അല്ലേ, ടോട്ടൽ ഹൈറ്റ് എന്നുള്ളത് നമ്മൾ എന്തായാലും എടുത്തേ, C എന്നെടുത്തേ. ടോട്ടൽ ഹൈറ്റ് നമ്മൾ എന്തെടുത്തേ, C എന്നെടുത്തേ. അപ്പോൾ ഇവിടുത്തെ ഹൈറ്റ് ഇവിടുത്തെ ഹൈറ്റ് നമുക്ക് H ആണ് വരുന്നുണ്ടാവുക അല്ലേ. ഇവിടുത്തെ ഹൈറ്റ് നമുക്ക്, അപ്പോൾ ഇവിടെ നമുക്ക് വരികയാണെങ്കിൽ H എന്ന് പറഞ്ഞാൽ ശരിക്കും C/2 ആണ് വരിക. അപ്പോൾ ഇത് ഹൈറ്റ്, അപ്പോൾ ഇത് നമ്മൾ എന്തായിട്ട് എടുക്കുക, H ആയിട്ട് എടുക്കുക അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, PR² എന്ന് വെച്ചാൽ PR² ദാറ്റ് ഈസ് PR എന്ന് വെച്ചാൽ ഒരു സൈഡ് A ആണ്. അപ്പോൾ A² ദാറ്റ് ഈസ് ഈക്വൽ ടു എങ്ങനെ വരുന്നു, A² ദാറ്റ് ഈസ് ഈക്വൽ ടു എങ്ങനെ വരുന്നു എന്താ പറയുന്നത്, H² പ്ലസ് A/2 ഹോൾ സ്ക്വയർ. H² പ്ലസ് A/2 ഹോൾ സ്ക്വയർ കിട്ടിയല്ലോ. ഇനി ഇതിനകത്ത് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം, H² കണ്ടുപിടിക്കണം. അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കാം, H² ഈക്വൽ ടു എന്താ വരുന്നുണ്ടാവുക, A² മൈനസ് A²/4. A²/4. അപ്പോൾ എങ്ങനെ വരുന്നുണ്ടാവും, 4A² - A²/4. അപ്പോൾ എന്ത് വരുന്നുണ്ടാവും, 4A² - A² എന്ന് വെച്ചാൽ എന്താണ്,
3a²/4. ആൻസർ എത്ര വരുന്നുണ്ടാവുക? 3a²/4. ഇനി അതിന്റെ റൂട്ട് കണ്ടുപിടിക്കുകയാണ്. അതിന്റെ റൂട്ട് h എന്ന് പറയുമ്പോൾ എന്താണ്? റൂട്ട് ഓഫ് 3a²/4. അപ്പൊ എങ്ങനെ വരും? a²ന്റെ റൂട്ട് എന്താണ്? a ആണ്. 3യുടെ റൂട്ട് എന്താണ്? റൂട്ട് 3 ആണ്. റൂട്ട് 4ന്റെ റൂട്ട് എന്താണ്? 2 ആണ്. അപ്പോൾ ആൻസർ ആക്ച്വലി നമുക്ക് എത്ര കിട്ടി? a√3/2. എന്താ വരണ്ടാവുക? h = a√3/2. എന്താ കിട്ടുണ്ടാവുക? h = a√3/2. ഇനി ശ്രദ്ധിക്കുക, ഏരിയ ഓഫ് ടോട്ടൽ ഏരിയ ഓഫ് ഹെക്സഗണൽ ഫേസ്, ഏരിയ ഓഫ് ഹെക്സഗണൽ ഫേസ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് വരും? ഏരിയ ഓഫ് ഹെക്സഗണൽ ഫേസ് എന്ന് പറയുമ്പോൾ 3ah അല്ലേ വരണത്. അതിന്റെ ഇക്വേഷൻ എന്താ വരുന്നുണ്ടാവുക? 3ah ആണ് വരുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 3 × a × h എന്ന് പറഞ്ഞാൽ എത്ര വരണത്? a√3/2. a√3/2. അപ്പൊ ഫൈനലി നമുക്ക് ആൻസർ എന്ത് കിട്ടുന്നുണ്ടാവും? 3a²√3/2. ഇതൊരു കറക്റ്റ് വിസിബിൾ അല്ല കേട്ടോ. നമ്മളത് ഇടുമ്പോൾ എന്തോ പ്രശ്നമുണ്ട്. അപ്പോൾ നമുക്ക് ആൻസർ ഞാനത് PDF ഒന്നും കൂടെ അയച്ചു തരാം കേട്ടോ. 3a²√3/2 നമുക്ക് കിട്ടും. എന്താ കിട്ടുന്നുണ്ടാവുക? 3a²√3/2 നമുക്ക് കിട്ടും. ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ലാറ്റിസ് പാരാമീറ്റർ അത് നമ്മൾ ഡയറക്റ്റ് എടുത്ത് കണ്ടുപിടിക്കുന്നില്ല, ഡയറക്റ്റ് നമ്മൾ പറയുവാണ്. നമ്മൾ വരുന്നത് എന്താണ്? ലാറ്റിസ് പാരാമീറ്റർ ആയിട്ടുള്ള നമുക്ക് എന്തറിയണം? സിയുടെ വാല്യൂ നമുക്ക് കിട്ടണം. ഇതിന്റെ എയുടെയും സിയുടെയും വാല്യൂ കിട്ടണം. ഇതിനകത്ത് HCP-നകത്ത്. അപ്പൊ ഞാനത് ഡയറക്റ്റ് ഡിറൈവ് ചെയ്യുന്നില്ല, നിങ്ങൾ അത് അസ്യൂം ചെയ്തെടുക്കുക. ദാറ്റ് ഈസ് ഈക്വൽ ടു, നമുക്കറിയാം എ എന്ന് പറഞ്ഞാൽ എന്താ? എ എന്ന് പറഞ്ഞാൽ ടോട്ടൽ സൈഡാണ് എ. ഇത് ഒരു സ്ഫിയറിന്റെ റേഡിയസ് വെച്ച് 6 ആണ്. അപ്പൊ നമുക്ക് ടോട്ടൽ സൈഡിനെ എ എന്ന് എങ്ങനെ എഴുതാം? a = എന്താണ്? 2r ആണ്. a = എന്താണ്? 2r ആണ്. അതുപോലെ തന്നെ സിയുടെ വാല്യൂ നമ്മൾ ഡയറക്റ്റ് കണ്ടുപിടിക്കാനില്ല. സി എന്ന് വെച്ചാൽ ടോട്ടൽ ആണ്, ടോട്ടൽ ഹൈറ്റ് ആണ്. ഇത് നമ്മൾ എടുക്കുവാണ്, ജനറൽ നമ്മൾ എന്താണ് അസ്യൂം ചെയ്തെടുക്കുവാണ്. നമ്മൾ അത് ചെയ്യണമെന്ന് അസ്യൂം ചെയ്തെടുക്കുകയല്ല, ഡിറൈവ് ചെയ്തെടുക്കുന്നതാണ്. ഡെറിവേഷനിലേക്ക് നമ്മൾ പോകുന്നില്ല, ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സി = എത്രയാണ്? അത് ഓർത്ത് വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സി = എത്രയാണ്? 1.633a. 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 ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഈ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇതിനകത്ത് വോളിയം ഓഫ് ഹെക്സഗണൽ യൂണിറ്റ് സെൽ, വോളിയം ഓഫ് ഹെക്സഗണൽ യൂണിറ്റ് സെൽ. അപ്പൊ എന്ത് വന്നു? അപ്പൊ എന്താ വരുന്നുണ്ടാവുക? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വോളിയം ഓഫ് ഹെക്സഗണൽ യൂണിറ്റ് സെൽ എങ്ങനെ വരുന്നുണ്ടാവുക? എങ്ങനെ വരും? ടോട്ടൽ നമ്മളെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ എന്ത് വരണം? എങ്ങനെ വരുന്നുണ്ടാവുക? വോളിയം ഓഫ് ഹെക്സഗണൽ യൂണിറ്റ് സെൽ എന്ന് പറയുമ്പോൾ എങ്ങനെ വരുന്നുണ്ടാവുക? അപ്പൊ നമുക്ക് വരുന്നുണ്ടാവുക എങ്ങനെയാണ്? 3a. എന്താ വരുന്നുണ്ടാവുക? നമ്മളിപ്പോൾ കണ്ടുപിടിച്ച വാല്യൂ ഇല്ലേ? ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ച വാല്യൂ എന്താ? 3a. എത്ര വരേണ്ടത്? 3a²√3/2. 3a²√3/2. വെയിറ്റ്, എന്താ വരുന്നുണ്ടാവുക? നമുക്ക് കിട്ടുന്നത് 3a²√3/2 ഇൻറ്റു ഹൈറ്റ്. ഹൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? സി ആണ് അല്ലേ. ഇവിടെ നമുക്ക് ടോട്ടൽ ഹൈറ്റ് വരുന്നത് എന്താണ്? വോളിയം ഓഫ് യൂണിറ്റ് സെൽ അല്ലേ. അപ്പോൾ യൂണിറ്റ് സെല്ലിന്റെ മൊത്തം അല്ലേ. അപ്പോൾ നമ്മൾ എന്താ വരുന്നുണ്ടാവുക? ദാറ്റ് ഈസ് ഈക്വൽ ടു എങ്ങനെ വരും? സി = എത്ര വരുന്നുണ്ടാവുക? 1.633a. സി = എത്രയാണ്? 1.633a. അപ്പോൾ ഫൈനലി അത് കിട്ടുന്ന വാല്യൂ നമുക്ക് എത്ര കിട്ടുന്നുണ്ടാവുക? 4.242a³. എന്താ വരുന്നുണ്ടാവുക? 4.242a³. 4.242a³. ഇനി നമ്മൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? അറ്റോമിക് പാക്കിംഗ് ഫാക്ടർ നമുക്ക് കിട്ടും. മനസ്സിലായോ? നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? അറ്റോമിക് പാക്കിംഗ് ഫാക്ടർ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് നോക്കാം, അറ്റോമിക് പാക്കിംഗ് ഫാക്ടർ നമുക്ക് നോക്കാം. അറ്റോമിക് പാക്കിംഗ് ഫാക്ടർ = എന്താണ്? എന്താ വരുന്നുണ്ടാവുക? ഇക്വേഷൻ എന്തായിരുന്നു? ഓർമ്മയുണ്ടോ? അറ്റോമിക് പാക്കിംഗ് ഫാക്ടറിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? വോളിയം ഓഫ് atoms in unit cell divided by volume of unit cell. Volume of atoms in unit cell. നമ്മുടെ വോളിയം ആറ്റം എന്താണ്? എത്ര ആറ്റംസ് ഉണ്ട്? 6 ആറ്റംസ് ഉണ്ട്. ഇനി യൂണിറ്റ് സെല്ലിന്റെ എന്താ പറയുക? ഇത് വോളിയം എന്ന് വെച്ചാൽ എന്താ വരുന്നുണ്ടാവുക? 4/3 πr³ അല്ലേ. 4/3 πr³ അല്ലേ. അപ്പൊ എങ്ങനെ വരും? 6 ഇൻറ്റു എന്ത് വരുന്നുണ്ടാവും? 4/3 πr³ ഡിവൈഡഡ് ബൈ എന്താണ്? വോളിയം ഓഫ് യൂണിറ്റ് സെൽ എന്താ വരുന്നുണ്ടാവുക? അത് എത്ര വരുന്നത്? 4.42a³. 4.42a³. അത് നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? നമ്മൾ 4/3 താഴെ എഴുതി, 6 ഉണ്ട് അപ്പം അല്ലേ. അപ്പോൾ നമുക്ക് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മളൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? അതിനൊന്ന് റീഅറേഞ്ച് നമുക്ക് കിട്ടും. എങ്ങനെ കിട്ടും? 8πr³ ഡിവൈഡഡ് ബൈ 4.242a³. 8πr³ ഡിവൈഡഡ് ബൈ 4.842a³. ഇനി അതിനെ ഒന്നുകൂടി നമ്മൾ സമ്മറൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 8πr³ ഡിവൈഡഡ് ബൈ a = എന്താണ്? 2r അല്ലേ. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 4.242 ഇൻറ്റു 8r³ ഇൻറ്റു എന്താ നമുക്ക് കിട്ടി? 8r³. ഇനി ഇതിനെ നമ്മളൊന്ന് സമ്മറൈസ് ചെയ്ത് കഴിഞ്ഞാൽ APF, ഫൈനൽ APF എന്നുള്ള വാല്യൂ നമുക്ക് എത്ര കിട്ടുന്നതെന്ന് അറിയൂ? 0.74. എത്ര നമുക്ക് കിട്ടുന്നുണ്ടാവുക? അതോടെ കറക്റ്റ് ക്ലിയർ അല്ല.
എന്താണെന്നറിയില്ല. നമുക്ക് കറക്റ്റ് കിട്ടുന്ന വാല്യൂ എത്രയാണ്? 0.74. എത്ര കിട്ടുന്നുണ്ടാവുക? 0.74. ഈ 0.74 എന്ന് വെച്ചാൽ എത്രയാണ്? നമ്മുടെ ഹെക്സഗണൽ ക്ലോസ് പാക്ഡ് ഒരു യൂണിറ്റ് സെല്ലിൽ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് 74% യൂണിറ്റ് സെല്ലിലെ ആറ്റംസ് എന്തായിരിക്കും? പാക്ക് ചെയ്തിട്ടാവും ഇരിക്കുന്നുണ്ടാവുക. പാക്കിംഗ് എഫിഷ്യൻസി ഓഫ് യൂണിറ്റ് സെൽ എന്നുള്ളത് എത്രയാണ്? 74 ആണ്. പാക്കിംഗ് എഫിഷ്യൻസി ഓഫ് യൂണിറ്റ് സെൽ എന്നുള്ളത് എത്രയാണ്? 74% ആണ്. മനസ്സിലായല്ലോ? ഇതാണ് നമുക്ക് ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് സ്ട്രക്ചറിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് നോട്ട് ചെയ്ത് നോട്ടിൽ എഴുതുക. അതൊരു അസൈൻമെന്റ് ആയിട്ട് സബ്മിറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക്